ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ആയ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടോപ്പിക് എന്ന് പറയുന്നത് സബ്ഷെൽസ് എന്താണ്, സബ്ഷെൽസിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ളൊരു അവയർനെസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. എത്ര സബ്ഷെൽസ് ഉണ്ടെന്നറിയാമോ? നമുക്ക് ഒരു എലമെൻറ്റിന് നോക്കിക്കഴിഞ്ഞാൽ 4 സബ്ഷെല്ലായിരിക്കും ഉണ്ടായിരിക്കുന്നത്: എസ്, പി, ഡി ആൻഡ് എഫ്. സബ്ഷെൽ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഒരു ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന പോർഷനെയാണ് ഓർബിറ്റ് അഥവാ ഷെൽ എന്ന് പറയുന്നത്. ആ ഷെല്ലിന് ചുറ്റും സബ്ഷെൽസ് ഉണ്ടാവും. ആ സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള പോർഷനെ ഓർബിറ്റൽ എന്ന് പറയും. സബ്ഷെല്ലിൽ തന്നെ ഇലക്ട്രോൺ കാണാൻ മാക്സിമം പ്രോബബിലിറ്റി ഉള്ള the place where there is maximum probability of finding a electron is called orbital. അപ്പോൾ ഒരു ഓർബിറ്റലിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് ഒരു ക്വസ്റ്റ്യൻ പൊതുവേ വരാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എൻ ഓർബിറ്റൽ ഈസ് 2. സോ അത് വെച്ചിട്ട് നമുക്ക് ഓരോ സബ്ഷെല്ലിലും എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. എസ് സബ്ഷെൽ ഹാസ് 1 orbital, that is spherical in shape, and the p subshell has 3 orbitals. Then the shape of the p orbitals are dumbbell. നമ്മൾ കാണാറുള്ള ഡംബൽ ഇല്ലേ, ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന ഡംബൽ ഷേപ്പിലായിരിക്കും പി സബ്ഷെൽസ്. പി സബ്ഷെല്ലുള്ള ഓർബിറ്റൽസിന് ഡംബൽ ഷേപ്പ് ആയിരിക്കും. ഇനി ഡിയിലും എഫിലും കാണപ്പെടുന്ന ഓർബിറ്റൽസ് 5 and 7 ആണ് നമ്പർ. അപ്പോൾ എസ്സിൽ ഒരു ഓർബിറ്റൽ, പിയിൽ 3 ഓർബിറ്റൽ, ഡിയിൽ 5 ഓർബിറ്റൽ, എഫിൽ 7 ഓർബിറ്റൽ. ഡിയിലും എഫിലും കാണപ്പെടുന്ന ഓർബിറ്റൽസിന് സ്പെസിഫിക് ആയിട്ടൊരു ഷേപ്പൊന്നുമില്ല, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് അവർക്ക് ഉള്ളത്. അപ്പം സബ്ഷെല്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എസ്, പി, ഡി ആൻഡ് എഫ് എന്ന് പറയുന്ന 4 സബ്ഷെൽസ് ഉണ്ട്. ഈ 4 സബ്ഷെൽസിലും ഓർബിറ്റൽസിനെ കാണാൻ സാധിക്കും. ഈ ഓർബിറ്റൽസിൻ്റെ എണ്ണവും അതിൻ്റെ ഷേപ്പുമാണ് നമ്മളിന്ന് സ്പെസിഫിക് ആയിട്ട് പഠിച്ചത്. നമുക്ക് കൂടുതൽ ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ളൊരു അനാലിസിസ് നെക്സ്റ്റ് ക്ലാസ്സസിലുണ്ടാവും. അതുവരെ നമുക്ക് സബ്ഷെൽസിൻ്റെ ഒരു പോർഷനായിട്ടുള്ള ഒരു സബ്ഷെൽസ് എന്ന ഹെഡിങ് വരുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗം വളരെ ക്ലിയർ ആയിട്ട് വായിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനലിലും നമുക്ക് ബാക്കിയുള്ള ഗൂഗിൾ മീറ്റിലൂടെയും കാണാവുന്നതാണ്. താങ്ക് യു.